പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഞാൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിന് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ, വിഷമങ്ങൾ, അതിനൊക്കെ ഉത്തരം തരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പല ചോദ്യങ്ങളും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് ദൈവത്തിന് വളരെ നന്നായിട്ടറിയാം. ഇന്ന് അത്തരം ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കാണുകയാണ്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കാൻ എടുത്ത തീരുമാനത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അല്പസമയം നിങ്ങൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരല്പസമയം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രയോജനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ കേൾക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രയോജനപ്രദമായി എന്ന് നിങ്ങൾ പിന്നീട് എന്നെ അറിയിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2-3 വിഷയങ്ങൾ ചിന്തിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, നമ്മൾ ജീവിതത്തിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടുന്നത്, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളോട് എന്ത് നിലപാടുകളാണ് എടുക്കേണ്ടത്, അത് നമ്മുടെ ജീവിതത്തെ എത്ര നന്മയുള്ളതാക്കി തീർക്കും എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റോൾ എന്താണ് എന്നുള്ളതാണ്. റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്കൊരു സിനിമ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോവാം. നമുക്കെല്ലാവർക്കും പോവാം. നിങ്ങളാണ് അഭിനയിക്കുന്ന ആൾ. ഓക്കെ, നിങ്ങൾ അഭിനയിക്കുന്നു. ഞാൻ ഡയറക്ടറാണ്. അപ്പുറത്തൊരു ക്യാമറാമാൻ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്, നമ്മുടെ ക്യാമറാമാൻ. ഓക്കെ, മണികണ്ഠനുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഒരു റോളാണ്. അതായത് ക്യാമറയ്ക്ക് നേരെ ഫേസ് ചെയ്തിട്ട് നിങ്ങൾ മഹാത്മാഗാന്ധിയെപ്പോലെ നടക്കണം. മഹാത്മാഗാന്ധി നടക്കുന്നത് പോലെ നടക്കണം. നിങ്ങളുടെ ക്യാരക്ടർ മഹാത്മാഗാന്ധി എന്നുള്ള ക്യാരക്ടറാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്. നിങ്ങൾ മണികണ്ഠൻ പറയുന്ന സമയത്ത്, നമ്മുടെ ക്യാമറമാൻ പറയുന്ന സമയത്ത് ക്യാമറയ്ക്ക് നേരെ ഗാന്ധിജി നടക്കുന്നത് പോലെ നടക്കണം. എങ്ങനെ നടക്കണം എന്ന് സംവിധായകനായ ഞാനാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ നൽകിയ ക്യാരക്ടർ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടേതാണ്. നിങ്ങളുടെ റോൾ എന്ന് പറയുന്നത് ഗാന്ധി നടക്കുന്നത് പോലെ നടക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? ഇതാണ് ശരിക്കും റോൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട് ചെയ്തു തീർക്കാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിനുള്ളിൽ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായത്, ഏറ്റവും വേണ്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ എഴുതി. അങ്ങനെ എഴുതിയപ്പോൾ നമ്മൾക്ക് മൊബൈൽ ഫോൺ വേണമായിരുന്നു, പണം വേണമായിരുന്നു, സമ്പത്ത് വേണമായിരുന്നു. ഇതെല്ലാം നമ്മൾ അതിനകത്ത് എഴുതി, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ. എന്നിട്ട് നമ്മളതിൽ എന്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ, ലൈഫിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്താണോ പ്രതിഷ്ഠിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളുടെ റോൾ നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് പറയാം, നമ്മുടെ ജീവിതത്തിൽ പണം ആണ് നമ്മൾ നിശ്ചയിക്കുന്നതെങ്കിൽ ആ പണത്തിന് മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കാര്യം, ജോലി, ആ ജോലിക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് റോളാണ് ചെയ്തു തീർക്കാനുള്ളത്, അല്ലേ? നമ്മുടെ ഫാമിലിക്ക് എന്ത് റോളാണുള്ളത്? പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ആയിരിക്കുമ്പോൾ
നമ്മുടെ ലൈഫിൽ ഫാമിലിക്ക് എന്ത് റോളാണുള്ളത്, നമ്മുടെ ജോലിക്കാർക്ക് എന്ത് റോളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇതാണ് നമ്മൾ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ നമ്മൾ എന്തിനെ പ്രതിഷ്ഠിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തമാണ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. ഒരു വിദ്യാർത്ഥി അയാൾ സ്കൂളിൽ പോകുമ്പോൾ അയാളുടെ റോൾ എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. അയാൾ പഠിക്കണം, അയാൾ ഹോംവർക്ക് ചെയ്യണം, അയാൾ പരീക്ഷ എഴുതണം. അതാണ് അയാളുടെ റോൾ. അതേസമയം ഈ കുട്ടി സ്കൂളിൽ പോയിട്ട് കളിക്കുന്നതാണ് എൻ്റെ റോൾ എന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് പഠിക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ റോൾ അവിടെ ഒരു കളിക്കുന്ന ആളുടെ ഒരു ഒരു സ്പോർട്സ്മാൻ്റെ റോളായിരിക്കും അയാൾ എടുക്കുക. സ്കൂളിൽ പോയിട്ട് ഒരു സ്പോർട്സ് താരത്തിൻ്റെ റോളായിരിക്കും അയാൾ ചെയ്യുക. ഇനി തിരിച്ചും നമുക്ക് ചിന്തിക്കാം. ചില കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ആരുടെ റോൾ എടുക്കുന്നു? അധ്യാപകരുടെ റോൾ എടുക്കുന്നു. അധ്യാപകരുടെ റോൾ എടുത്താൽ എങ്ങനെയായിത്തീരും? ഒരു കുട്ടി അധ്യാപകൻ്റെ റോൾ അയാളുടെ ജീവിതത്തിൽ എടുക്കാൻ ശ്രമിച്ചാൽ അയാളുടെ വിദ്യാർത്ഥി എന്നുള്ള റോൾ മാറിപ്പോവും. ഇനി ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ റോളാക്കിയെടുക്കും. ഈ കുട്ടിക്ക് അവൻ ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളോട് അഭിനിവേശമുണ്ടാകും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുന്നു, ഞാൻ ഒരു നടനെ പോലെ ആയിത്തീരണം, വിജയിനെ പോലെ ആയിത്തീരണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജീവിതത്തിൻ്റെ ഫോക്കസിൽ ആ വിജയ് എന്ന നടൻ വരികയും ഇയാൾ എന്ത് ചെയ്യും? വിജയിനെ പോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കും, വിജയിനെ പോലെ നടക്കാൻ ശ്രമിക്കും, വിജയിനെ പോലെ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും, വിജയിനെ പോലെ പെരുമാറാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ റോൾ നമ്മൾ മറന്നുപോകും. നമ്മൾ വേറെ ആരുടെയെങ്കിലും റോൾ എടുത്ത് ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, പർപ്പസ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. നമ്മൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ ആയിപ്പോവും. അതാണ് റോൾ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ചില കുടുംബങ്ങളിൽ ചില ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട്. അവർ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഭാര്യയുടെ റോൾ, എൻ്റെ ഭർത്താവ് ചെയ്യുന്നതൊന്നും ശരിയല്ല, അയാൾക്കൊരു ഉത്തരവാദിത്വമില്ല, അയാൾക്കൊന്നും അറിഞ്ഞൂടാ, അയാളൊരു മണ്ടനാണ്, അയാളൊരു പൊട്ടനാണ് എന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ റോൾ ചെയ്യാൻ ശ്രമിക്കും. അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. ഇനി ചില ഭർത്താക്കന്മാരുണ്ട്, അവർ ഭാര്യയുടെ റോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, കുഞ്ഞുങ്ങളായിരിക്കും എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒന്നും അറിഞ്ഞുകൂടാണ്, എന്നിട്ട് അവർ ഡിസിഷൻ എടുക്കേണ്ടതിൻ്റെ ഭാഗത്ത് കുട്ടികൾ ആ റോൾ ഏറ്റെടുക്കാൻ ശ്രമിക്കും. നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ റോൾ എന്താണ് എന്ന് തിരിച്ചറിയാത്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ റോൾ എന്താണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് ദൈവത്തിനെ പ്രതിഷ്ഠിക്കുമ്പോൾ, ദൈവത്തിനെ വെക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മുടെ റോൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന ഉത്തരവാദിത്തം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളോടുള്ള നമ്മുടെ റോൾ കൃത്യമായി നമുക്ക് നിർവഹിക്കാനും തിരിച്ചറിയാനും പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവും, നമ്മുടെ ജീവിതം കുറച്ചും കൂടെ സന്തോഷവും സമാധാനവും ഉള്ളതായിത്തീരും.
കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റോൾ, ജീവിതത്തിൻ്റെ റോൾ മനുഷ്യനെ ഭൂമിയിൽ വന്ന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് യേശുവിൻ്റെ റോൾ, മനുഷ്യപുത്രനായിട്ടുള്ള യേശുവിൻ്റെ റോൾ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വരിക എന്നുള്ളതാണ്. ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ യേശു ആയിട്ട് വന്നു. നമ്മളെ രക്ഷിക്കാനുള്ള ആ അറ്റോൺമെൻറ്റ്, നമ്മുടെ പാപത്തിന് പരിഹാരമായി സ്വയം മരിക്കാനുള്ള, അല്ലെങ്കിൽ കാൽവരി ക്രൂശിൽ മരിക്കാനുള്ള ആ റോൾ യേശുക്രിസ്തു വളരെ കൃത്യമായി ചെയ്തു. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അവൻ ആ റോൾ കൃത്യമായി ചെയ്തു. കാൽവരിയിൽ പിശാചിനെ തോൽപ്പിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ഇന്ന് സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു യേശു. നോക്കൂ, യേശു ക്രിസ്തു ഒരു മകൻ എന്ന നിലയിൽ, പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ, തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു ആ റോൾ വളരെ കൃത്യമായി നിർവഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ റോൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഇതായിരുന്നു കർത്താവിൻ്റെ റോൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ റോൾ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ദൈവത്തിൻ്റെ ഇമേജിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ദൈവത്തിൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലിരിക്കുന്ന ദൈവവും ആയിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ റോൾ എന്താണെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മറ്റ് ഉത്തരവാദിത്തങ്ങളോടുള്ള റോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. നമ്മുടെ ജോലിയിൽ നമ്മൾ എന്ത് റോളാണ് വഹിക്കാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ എന്ത് റോളാണ് നമുക്ക് വഹിക്കാനുള്ളത്, നമ്മുടെ ഭാര്യയോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്ത് റോളാണ് ചെയ്യാനുള്ളത്, നമ്മുടെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്ത് റോളാണ് ചെയ്യാനുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനെ ഒക്കെ എന്ത് ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. അപ്പം നമ്മൾ ആ റോൾ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെടും, എൻകറേജ് ചെയ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒപ്പമുള്ള ആളുകളിൽ നിന്ന് ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അവരോടുള്ള റോൾ കൃത്യമായി ചെയ്തു തീർക്കണമെങ്കിൽ നമ്മളും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ദൈവത്തോടുള്ള റോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി, സ്വാഭാവികമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള റോൾ ചെയ്തു തീർക്കാൻ പ്രാപ്തരാക്കി തീർക്കും. അതായത് സൂര്യൻ അതിൻ്റെ സെൻട്രലിൽ നിൽക്കുന്നു, ഭൂമി അതിൻ്റെ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അതിൻ്റെ ഓർബിറ്റിൽ അത് സ്വയം ചുറ്റിത്തിരിയുമ്പോൾ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നു, രാവും പകലും ഉണ്ടാകുന്നു. ഉടനെ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഇക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ കൃത്യമായി ഭൂമിക്ക് പിന്തുടരാൻ പറ്റും. അതനുസരിച്ച് മനുഷ്യർക്കും സസ്യജാലങ്ങൾക്കും എല്ലാം അവിടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളും ദൈവവും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള നമ്മുടെ റോൾ നമ്മൾ കൃത്യമായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മറ്റ് മനുഷ്യരുമായും മറ്റ് ഉത്തരവാദിത്തങ്ങളുമായിട്ടുള്ള നമ്മുടെ റോളുകൾ നമുക്ക് കൃത്യമായി ചെയ്തു തീർക്കാൻ പറ്റും. നമ്മുടെ ജീവിതം കൂടുതൽ ക്രമീകൃതമായി തരും, നമ്മുടെ ജീവിതം കൂടുതൽ ഡിസിപ്ലിൻഡായി തരും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുമായി റിലേഷൻഷിപ്പിലുള്ള
മറ്റു മനുഷ്യർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമുള്ളതായി തോന്നും, നമ്മുടെ ജീവിതം കൊണ്ട് നന്മയുള്ളതായി തോന്നും, നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് സന്തോഷമുള്ളതായി തോന്നും. അപ്പോൾ അവരുടെ മുഖത്ത് നിന്ന് സന്തോഷത്തിൻ്റെ എക്സ്പ്രഷൻസ് കിട്ടും, സംതൃപ്തിയുടെ എക്സ്പ്രഷൻസ് കിട്ടും. ആ എക്സ്പ്രഷൻസ് കാണുമ്പോൾ, ആ ഭാവം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നെക്കൊണ്ട് ആ ആൾക്കൊരു പ്രയോജനമുണ്ടായി എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും മൂല്യമുള്ളതായി, ഉപയോഗമുള്ളതായി, വർത്തായിട്ട് നമുക്ക് തോന്നും. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു നന്മയും ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഗുണം, അതുകൊണ്ടാണ് നമ്മൾ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് അവർ ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടുവരുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ നിലപാട് നമ്മൾ നിശ്ചയിക്കുമ്പോൾ, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ റോൾ കൃത്യമായി ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിനുള്ളിലെ, നമ്മൾ വരച്ച സർക്കിളിനുള്ളിലെ നമ്മുടെ ആവശ്യങ്ങളോട്, നമ്മുടെ ഇഷ്ടങ്ങളോടുള്ള നമ്മുടെ നിലപാടെന്താണെന്നും അതിനോടൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന റോൾ എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സ്വയം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒപ്പം നിൽക്കുന്ന മനുഷ്യർക്ക് നമ്മളെക്കൊണ്ട് പ്രയോജനമുള്ളതായി തോന്നും. ഇല്ലെങ്കിൽ അവർ പറയും, അവൻ ഒരു യൂസ്ലെസ്സാണ്, അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ ഒരു കാര്യവും സമയത്ത് ചെയ്യില്ല, എന്താണ്. അങ്ങനെ ആളുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി നിരാശ വീഴും, നമ്മൾ ഡെസ്പാകും. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കും, ദൈവം നമ്മളെ സൃഷ്ടിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ദൈവത്തിൻ്റെ പാരമ്പര്യത്തെ കാണിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ സൃഷ്ടിതാവിൻ്റെ എക്സ്റ്റെൻഡഡ് ഇമേജസാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മൾ സന്തോഷിക്കുന്നു, ദൈവം സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ അവകാശവും അധികാരവും ദൈവം നമുക്ക് തരാൻ ഇഷ്ടപ്പെടുന്നു. നമ്മളാരും ആകസ്മികമായി ഇവിടെ വന്നതല്ല, ആർക്കും വേണ്ടാതിരുന്നിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു വീണതല്ല. ദൈവം പറയുന്നു, നീ നിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി വച്ചിരുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നീ എന്നെ നിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്ക്, എന്നെ നിൻ്റെ ഹൃദയത്തിൽ വെക്ക്, ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ഹൃദയത്തിൽ താമസിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളോടും ഇഷ്ടങ്ങളോടുമുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടെത്താൻ പറ്റും. നമ്മുടെ നിലപാടെന്തായിരിക്കും തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ റോൾ എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ കൃത്യമായി തീരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായിട്ടും എന്തിനോടാണോ നമ്മൾ കൂടുതൽ ഫോക്കസായി കാണുന്നത് അതുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ശരിയാക്കാൻ കഴിയും. പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതായി പോകും. പലർക്കും അറിയത്തില്ല, പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെ പരിഹരിക്കണമെന്ന് അവർക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഫോക്കസ് പോയിന്റിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. എന്നിട്ട് നമ്മൾ സിറ്റുവേഷനെ പഴിക്കും, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും, മറ്റുള്ളവർ അവർ കാരണമാണ്, ഇവർ കാരണമാണ്, അവരങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന് നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നവരായിത്തീരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? നമ്മൾ ചെയ്യേണ്ടുന്നത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, അതെനിക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല സ്വയമായിട്ട്, നിൻ്റെ സഹായം എനിക്ക് വേണം എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം.
അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് അതിനെ തിരുത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് കാണിച്ചു തരികയും ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ അതേ തെറ്റുകളിൽ തുടർന്നു കൊണ്ടേയിരിക്കും. നമ്മൾ മാറണമെന്ന് ഒരുപാട് ആഗ്രഹിക്കും, പക്ഷെ നമുക്ക് മാറാൻ പറ്റുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ട് മാറ്റണമെന്ന്, പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്ന്, പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിൽ എന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പണത്തെയാണോ, സമ്പത്തിനെയാണോ, റിലേഷൻഷിപ്പാണോ? യഥാർത്ഥത്തിൽ നമ്മൾ വെക്കേണ്ടുന്നത് ദൈവത്തെയാണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളുമായിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡ് തീരുമാനിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന റോൾ എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് പറയൂ, കർത്താവേ, ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ പ്രശ്നം. നീ ഇന്ന് എനിക്ക് അതെന്നോട് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. നീ എന്നെ സഹായിക്കണം. നിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് എന്താണ് വെക്കേണ്ടുന്നത്, അതിനോടുള്ള സ്റ്റാൻഡും റോളും നിശ്ചയിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തെ നയിക്കും. നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരും. കർത്താവേ, നിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടെ ഈ സന്ദേശം തീർച്ചയായിട്ടും പകർന്നു കൊടുക്കണം. നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വളരെ താല്പര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിലുള്ള ഫോൺ നമ്പറിൽ എന്നോട് ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ഒപ്പം ഈ സന്ദേശം നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനം ചെയ്തു എന്ന് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ അത് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ അത് എഴുതിയാലും മതിയാകും. തീർച്ചയായിട്ടും നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരുകയും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു വൈകാരികമായ പിന്തുണ നൽകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾ ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഇതേപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആർക്കെങ്കിലും ഇത് ഒരു പ്രയോജനമായി തോന്നുമെങ്കിൽ അവർക്കും കൂടെ നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക. ഇനിയും മറ്റൊരു സന്ദേശവുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ എവിടെയായി കാത്തു പരിപാലിക്കട്ടെ. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസവും ജീവിതവും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.